അബുദാബി സൺറൈസ് ഇംഗ്ലീഷ് പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന മുഹമ്മദ് തൗഫീഖ് നസീറും ഫാത്തിമ റഹ്മയും. ഇവർ നാസ് കുടുംബാംഗങ്ങളാണ്. ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. പുരസ്കാരങ്ങളുടെ കൂട്ടുകാർ, മികവിൻ്റെ കൂടപ്പിറപ്പുകൾ, പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും പങ്കെടുക്കുക, സമ്മാനങ്ങൾ നേടുക എന്നത് ഇവരുടെ ശീലമായി മാറിക്കഴിഞ്ഞു. ഇവർക്ക് ലഭിച്ച ബഹുമതി അടയാളങ്ങൾ വീടിന് അലങ്കാരമായി. ഇവരുടെ മികവിന് ലഭിച്ച പ്രധാനപ്പെട്ട ചില പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഷെയ്ഖ് ഹംദാൻ അവാർഡ് ഫോർ ഡിസ്റ്റിങ്വിഷ്ഡ് സ്റ്റുഡൻറ്റ് കാറ്റഗറി 2012-13, ഷാർജ അവാർഡ് ഫോർ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ 2013-14, മാർസ് ഇൻ്റർനാഷണൽ സ്പെല്ലിംഗ് ബീ ചാമ്പ്യൻ 2011, ശാസ്ത്രപ്രതിഭ 2014, UC മാസ് നാഷണൽ ചാമ്പ്യൻ ഫോർ 5 years, ബ്രെയിൻ ഹണ്ട് കൈരളി TV 2012 തേർഡ് റണ്ണർ-അപ്പ്, പ്രൗഡ് ടു ബി ഇന്ത്യൻ 2013. ഇനി ഫാത്തിമ റഹ്മയുടെ സമ്മാനങ്ങൾ നോക്കാം. ഷെയ്ഖ് ഹംദാൻ അവാർഡ് ഫോർ ഡിസ്റ്റിങ്വിഷ്ഡ് സ്റ്റുഡൻറ്റ് കാറ്റഗറി 2013-14, ബ്രെയിൻ ഹണ്ട് കൈരളി TV 2014 സെക്കൻഡ് പൊസിഷൻ, പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ 2012, ഡിസ്ട്രിക്ട് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇൻ്റർനാഷണൽ ചാമ്പ്യൻ 4 years, UC മാസ് തേർഡ് റണ്ണർ-അപ്പ് എന്നിവയൊക്കെയാണ്. എൻ്റെ മേജർ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2011 ഷെയ്ഖ് ഹംദാൻ അവാർഡ് ഫോർ ഡിസ്റ്റിങ്വിഷ്ഡ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ് കിട്ടിയ അവാർഡ് തന്നെയായിരുന്നു. പിന്നെ അടുത്ത പിറ്റേന്ന് വർഷം കിട്ടിയത് ഷാർജ അവാർഡ് ഫോർ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. പിന്നെ നെക്സ്റ്റ് എൻ്റെ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രപ്രതിഭ. അത് മറ്റേ സയൻസ് ഇന്ത്യ ഫോറം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്ത ഒരു കോൺടെസ്റ്റ് ആയിരുന്നു. അതിൽ ടോപ്പ് 16 സ്റ്റുഡൻസിനെ അവർ സെലക്ട് ചെയ്തിട്ട് ISROയിലും സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവാർഡ് ഫംഗ്ഷനിൽ നമുക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊരു ഭയങ്കര ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു നല്ലൊരു കൺവേഴ്സേഷനും മോട്ടിവേഷണൽ സ്പീച്ചും APJ അബ്ദുൽ കലാം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എനിക്കും ഓൾമോസ്റ്റ് ബ്രദറായിട്ട് സിമിലർ അച്ചീവ്മെൻറ്റ്സ് തന്നെയാണ്. ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ് വാസ് ദാറ്റ് കഴിഞ്ഞ മാസം നടന്ന നമ്മുടെ സ്കൂളിൽ വെച്ച് നടന്ന CBSE ക്ലസ്റ്റേഴ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓൾമോസ്റ്റ് 200 schools from different emirates took part in this. ആൻഡ് അതിനകത്ത് ഞാൻ ഇൻഡിവിജ്വൽ ചാമ്പ്യനായിട്ട് എമോജ് ചെയ്തായിരുന്നു. അത് അണ്ടർ 19 ഗേൾസ് കാറ്റഗറിയിലായിരുന്നു. സോ ദാറ്റ് വാസ് സംതിങ് വെരി പ്രൗഡ് ഫോർ മീ ആൻഡ് ആസ് വെൽ ആസ് ഫോർ മൈ സ്കൂൾ ആൻഡ് മൈ ടീച്ചേഴ്സ്. പിന്നെ ഞാനും ഈ ബ്രദർ പോയ പിറ്റേന്ന് വർഷത്തിൽ പ്രൗഡ് ടു ബി ഇന്ത്യൻ പ്രോഗ്രാമിൽ പോയായിരുന്നു. ആ 5 days നമുക്ക് തന്ന ഒരു വെറും ചെറിയ എക്സ്പീരിയൻസ് മാത്രമല്ലായിരുന്നു. അതിൽ നിന്ന് നമുക്ക് കുറേ പഠിക്കാനും കുറേ അറിവ് കിട്ടിയായിരുന്നു. നമ്മൾ ഇവിടെ വളരുന്നതുകൊണ്ട് നമുക്ക് ഇന്ത്യയെക്കുറിച്ച് തീരെ അങ്ങനെ വി ഡിഡ്ന്റ് നോ മച്ച് അബൌട്ട് ഇന്ത്യ. ബട്ട് ആ ട്രിപ്പിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റിയ ഇറ്റ് വാസ് ജസ്റ്റ് സംതിങ് ടോട്ടലി ഔട്ട് ഓഫ് ദ വേൾഡ്. ആൻഡ് നമുക്ക് കുറേ ഇന്ത്യൻ എക്സ്പീരിയൻസസ് ആൻഡ് വി ഹാഡ് ഇൻറ്ററാക്ഷൻസ് വിത്ത് ഡിഫറെൻറ്റ് മിനിസ്റ്റേഴ്സ്. പിന്നെ ആ റിപ്പബ്ലിക് ഡേ പരേഡെല്ലാം അത് കാണാൻ തന്നെ ഒരു വലിയൊരു ചാൻസ് തന്നെയാണ്. ആൻഡ് ദ ബീറ്റ്സ് and the different localities, Indian nationalities all ready for the parade. Adellam like it's totally a different experience തന്നെയായിരുന്നു. ആൻഡ് ദെൻ എൻ്റെ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഇതിനെല്ലാം മുൻകൈ എടുത്ത ഞങ്ങളുടെ പേരൻസ് ആണ്. അവരില്ലാതെ ആൻഡ് ടീച്ചേഴ്സ്, അവരില്ലാതെ നമുക്ക് ഒരിക്കലും ഇത് പോസിബിൾ അല്ല. they gave a big hand and they are the responsible for what we are now. നടേര അസോസിയേഷൻ നാസ് UA അവതരിപ്പിക്കുന്ന ഒരുമയുടെ പെരുമ എന്ന ഈ മാഗസിൻ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും.
അസ്സലാമു അബുദാബിയിലെ വിദേശികളും സ്വദേശികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്ഥാപനമാണ് റജബ്സ് ടെക്സ്റ്റൈൽസ് ആൻഡ് ടൈലറിംഗ്. ഇതിൻ്റെ MD സിബിൻ നാസറിനെ നമുക്ക് പരിചയപ്പെടാം. നാസിൻ്റെ എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളിലും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുന്ന സ്ഥാപനമാണ് റജബ്സ് ടെക്സ്റ്റൈൽസ് ആൻഡ് ടൈലറിംഗ്. നടേറ അസോസിയേഷൻ നാസ് അവതരിപ്പിക്കുന്ന ഒരുമയുടെ പെരുമ എന്ന ഈ മാഗസിന് റജബ് ടെക്സ്റ്റൈൽസ് ആൻഡ് ടൈലറിങ്ങിൻ്റെയും ഞങ്ങളുടെയും എല്ലാവിധ ആശംസകളും. പ്രിയ നാട്ടുകാരെ, നാസ് എന്ന സംഘടന ഇന്നിവിടെ ദുബൈയിൽ രൂപം കൊണ്ടിട്ട് 7 വർഷത്തോളം കഴിയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള പ്രവർത്തനങ്ങൾ മാറി നിന്ന് കണ്ട് വീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനം ഇവിടെ മാത്രമല്ല നാട്ടിലും പല പല അസുഖങ്ങൾക്ക്, പല പല രീതിയിലുള്ള ഇവിടെയുള്ള നിയമപ്രശ്നങ്ങൾക്ക് നാസ് എന്ന സംഘടന വളരെയധികം സജീവമായി വിളിച്ചു ചോദിച്ച് ഓടിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് എല്ലാ പ്രവർത്തകരും വളരെ ഭംഗിയായിട്ട് അവരെ ആശ്വസിപ്പിച്ച് എല്ലായിടത്തും ഓടിയെത്തി അവരെ വേണ്ടുന്നത് കൊടുത്തും സഹായിച്ചും നിയമവശങ്ങൾ പറഞ്ഞു കൊടുത്തും സഹായിക്കുന്ന മറ്റുള്ള സംഘടനയേക്കാളും കൂടുതൽ, മറ്റുള്ള വ്യക്തികളെക്കാൾ കൂടുതൽ ഇതിലെ പ്രവർത്തകരും സംഘാടകരെന്ന് പറയുന്നില്ല, സംഘാടകരല്ല, എല്ലാവരും സ്നേഹം കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഓടിയെത്തുന്ന വ്യക്തികളാണ്. ഇവർ ഓരോരുത്തരും മറ്റുള്ള സംഘടനാ പ്രവർത്തകർ കണ്ടു പഠിക്കേണ്ടതായിട്ടുണ്ട്. രൂപം കൊടുത്ത കുംളിയിൽ അർഷദ് എന്ന് പറയുന്ന വ്യക്തിയെ ഈ സമയം ഞാൻ ഓർക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കുട്ടികളെ നമുക്ക് അറിയാം, എൻ്റെ കുട്ടിയെ നീ എന്നെപ്പോലെ ആകണം എന്ന് പഠിപ്പിക്കുകയും എൻ്റെ കുടുംബത്തെ പോലെ ആകണം എൻ്റെ സൊസൈറ്റി എന്ന് ആഗ്രഹിച്ച ആ വ്യക്തി ഇന്ന് അദ്ദേഹം ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തി എന്നത് തന്നെയാണ് ഞാൻ കാണുന്നത്. നോക്കുമ്പോൾ ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അകലെ മാറി നിന്ന് വീക്ഷിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും മറ്റുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും വളരെ ഉയരത്തിലാണ് നാസ് എന്ന ഈ ചെറുതായ വലിയ സംഘടന. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും. നാസിൻ്റെ കുക്കറി ഷോയിലേക്ക് സ്വാഗതം. പല വീട്ടമ്മമാരും രാവിലെ പൊതുവെ തിരക്കായിരിക്കും. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഹസ്ബൻഡിന് ലഞ്ച് ഉണ്ടാക്കി കൊടുത്തു വിടണം. അങ്ങനെ പൊതുവെ തിരക്ക് പിടിച്ച ഒരു ജീവിത സാഹചര്യത്തിൽ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മൾ കണ്ടുവരുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന് അത് വളരെയധികം ദോഷം ചെയ്യുന്നതാണ്. ഇനിയെങ്കിലും ഈ പരിപാടി കാണുന്ന വീട്ടമ്മമാർ ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജോട് കൂടി ഞാൻ ഈ കുക്കറി ഷോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അസ്സലാമലൈക്കും. ഞങ്ങളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ചില്ലി ചിക്കൻ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 1/2 kg ചിക്കൻ, ഓണിയൻ, മുട്ട, ക്യാപ്സിക്കം 3 കളറുണ്ട്, ഗ്രീൻ,
റെഡ്, യെല്ലോ. കാശ്മീരി ചില്ലി പൗഡർ, ജിഞ്ചർ പേസ്റ്റ് ഉണ്ട്, ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത്, ഗ്രീൻ ചില്ലി, സ്പ്രിംഗ് ഓണിയൻ, സെലറി, കൊറിയാൻഡർ ലീവ്സ്, പെപ്പർ പൗഡർ, കോൺഫ്ലവർ, മൈദ, ഓയിസ്റ്റർ സോസ്, സോയാ സോസ്. ഇനി ഇത് എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് മൈദ, കോൺഫ്ലവർ, മുട്ട, പെപ്പർ, സോയാ സോസ്, ജിഞ്ചർ, ഗാർലിക് പേസ്റ്റ്. ആദ്യമായി ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിക്കണം. 2 സ്പൂൺ എണ്ണ. അത് കഴിഞ്ഞ് അതിലേക്ക് ചോപ്പ് ചെയ്ത ഗാർലിക്, ഇത് വഴറ്റുക. ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒണിയൻ ചേർക്കാൻ പോവുകയാണ്. ഒണിയൻ ഒരുവിധം ബ്രൗൺ ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ക്യാപ്സിക്കം, റെഡ് കളർ, ഗ്രീൻ കളർ, യെല്ലോ കളർ. ഇനി ഇതിലേക്ക് സോസ് ഒഴിക്കുമ്പോൾ വേണം. oyster sauce. ഇതിലേക്ക് പെപ്പർ പൗഡർ അല്പം, നന്നായി വഴറ്റുക. തീ അല്പം കുറച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കാൻ ഫ്രൈ ഇതിലേക്ക് അല്പം സ്പ്രിംഗ് ഒണിയൻ, രണ്ട് പച്ചമുളക്, കോൺഫ്ലവർ അല്പം കലക്കി വയ്ക്കുക. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിലേക്ക് ചേർത്തത്. ചിക്കൻ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഞങ്ങൾ പിന്നീട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. നമ്മൾ ചില്ലി ചിക്കൻ റെഡിയായിരിക്കുകയാണ്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. നഡേറ അസോസിയേഷൻ നാസിയായി അവതരിപ്പിക്കുന്ന
ഒരുമയുടെ പെരുമ എന്ന ഈ മാഗസിന് എൻ്റെ എല്ലാവിധ ആശംസകളും. നാസ് യുടെ ഈ മാഗസിനായ ഒരുമയുടെ പെരുമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അകലെ കിനാവിൻ്റെ ഉമ്മറത്തെന്നമ്മ അരികെ വായെന്നോതി മാടി വിളിക്കവേ, അതു കേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നുപോയി, അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നുപോയി. തിരികെട്ടുപോയ വിളക്കിൻ്റെ മുന്നിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ, തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ. ഉരുകുന്ന മരുവിൻ്റെ ഉള്ളിലെ അഗ്നിയിൽ, ഉരുകുന്ന മരുവിൻ്റെ ഉള്ളിലെ അഗ്നിയിൽ നെഞ്ചിലെ കനവുമെന്നായുരാരോഗ്യവും മാറുന്ന കാലത്തിലേറും